എല്ലാവർക്കും സുഖമല്ലേ? ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്നാണല്ലോ പറയുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ഷമയുണ്ട്. ഇനിയിപ്പോൾ ആട്ടിൻ സൂപ്പിന്റെ കുറവ് ആർക്കും വരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ആട്ടിൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയുടെ ഭാഗമാകാത്തതായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയുടെ ഭാഗമാകുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചാനലിൽ തരുന്ന നല്ല നല്ല കമൻസിന് ഒത്തിരി താങ്ക്സ്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരെ നമുക്ക് നമ്മുടെ ആട്ടിൻ സൂപ്പിന്റെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പിന് വേണ്ടിയിട്ട് മട്ടന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് നട്ടല്, കഴുത്ത്, തല, അങ്ങനെയുള്ള കുറെ പാർട്ടുകളുണ്ട്. കൈയുടെ മുട്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള പീസുകളാക്കിയിട്ട് മേടിച്ചിട്ടുള്ള ഭാഗം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലി, ഫ്രഷ് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ, ഫ്രഷ് കുരുമുളക് അതും 1 ടീസ്പൂൺ, പിന്നെ കറുവപ്പട്ട ഒരു ചെറിയ പീസ്, ഒരു 2 പീസ് ഗ്രാമ്പൂ, ഒരു 4 പീസ് ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് ഈ ഇതിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ച് നമുക്കെടുക്കാം. ഈ സൂപ്പിന്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കച്ചവടം ചെയ്യുന്നവർക്ക് അറിയാം, അത് മേടിച്ചാൽ മതി. ഞാനിവിടെ സൂപ്പ് വെക്കാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ ഒരു മൺകലമാണ്. അപ്പോൾ ആ മൺകലത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ മട്ടന്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുമ്പ് ചതച്ച് വെച്ചിരുന്ന അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഈ ആട്ടിൻ സൂപ്പിനൊക്കെ ചെറുള്ളിയാണ് നല്ലത്. അപ്പൊ ഞാനിവിടെ ഒരു 8 ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില. അപ്പൊ ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതെല്ലാം അവിടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മിച്ചം ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ സ്പൂൺ വെച്ച് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 750 മില്ലി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് ഒന്ന് തുറന്നു നോക്കാം, എന്തായെന്നുള്ളതൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കതിന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വെന്തോന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓരോ പീസ് എടുത്തിട്ട് ആ എല്ലേന്ന് ഈ മീറ്റ് ഇങ്ങനെ വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ എല്ലേന്നൊക്കെ മീറ്റുകൾ നന്നായിട്ട് ഇങ്ങനെ വിട്ടു തുടങ്ങി. അപ്പോൾ സൂപ്പ് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇതിനിടയ്ക്ക് ഈ സൂപ്പ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ഞാനത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ സൂപ്പ് അരിച്ചെടുത്തതിന് ശേഷമുള്ള ഈ പീസുകളൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ ഇടയിലെ സംഭവങ്ങളൊക്കെ നമ്മൾ വലിച്ച് കഴിക്കണം. ഈ കാണുന്ന പീസുകളെല്ലാം നമ്മൾ കഴിക്കണം കേട്ടോ സൂപ്പിൻ്റെ കൂടെ. ഇനിയിപ്പോൾ നമുക്ക് ആ സൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആട്ടിൻ സൂപ്പ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആട്ടിൻ സൂപ്പ് നല്ല ചൂടോടെ സൂപ്പറായിരിപ്പുണ്ട്. അപ്പോൾ അത് കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരല്പം കുരുമുളക്, ഫ്രഷ് കുരുമുളക് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ എരിവിലിടാം. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. നിങ്ങളെല്ലാവരും ചിലർ പറയുമല്ലോ കർക്കിടകത്തിൽ ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ bye bye.